സ്പർശനത്താൽ വാടിപ്പോകുന്ന ഔഷധ സസ്യമാണ് തൊട്ടാവാടി. എന്നാൽ നിമിഷങ്ങൾക്കകം തൻ്റെ പഴയ ജീവിതത്തിനകത്തേക്ക് മടങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഇതുപോലെയാണ് ഓരോ മനുഷ്യരും. പലവിധമാകുന്ന ക്ലേശങ്ങളും പലവിധമാകുന്ന പ്രയാസങ്ങളും നെടുവീർപ്പുകളുടെയും നടുവിൽ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും സമയം കിട്ടാതെ നെട്ടോട്ടം ഓടുമ്പോൾ, അന്നു വേണ്ടുന്നതെല്ലാം സമാഹരിക്കുവാൻ വേണ്ടി ഓടുമ്പോൾ എവിടെയോ തളർന്നു പോകുന്നു, എവിടെയൊക്കെയോ വാടി നിൽക്കുന്ന അനുഭവങ്ങളാണ് ജീവിതത്തിൽ. സങ്കീർത്തനക്കാരനായ ദാവീദ് 121 സങ്കീർത്തനം 1-2 വാക്യങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. നിങ്ങൾക്ക് എവിടെ നിന്ന് ഒരു ഉത്തരം ലഭ്യമായി തീരുമെന്നോർത്ത് വ്യാകുലപ്പെടുകയാണ്. ഇന്നയിടത്ത് പോയാൽ, ഇന്ന പാസ്റ്ററുടെ അടുക്കൽ പോയാൽ, ഇന്ന പുരോഹിതൻ്റെ അടുക്കൽ പോയി, ഇന്ന വ്യക്തിയുടെ അടുക്കൽ പോയി, ഇന്ന അമ്പലത്തിൽ പോയാൽ നിനക്കൊരു സൊല്യൂഷൻ കിട്ടുമെന്നോർത്താണോ നീ വ്യാകുലപ്പെടുന്നത്? ഒരിക്കലും നീ അമ്പലത്തിൽ പോയാലോ, മുസ്ലിം പള്ളിയിൽ പോയാലോ, പാസ്റ്റർമാരുടെ അടുക്കൽ പോയാലും, പുരോഹിതന്മാരുടെ മെത്രാന്മാരുടെ അടുക്കൽ പോയാലും നിനക്ക് സഹായം ലഭിക്കത്തില്ല. അവർക്ക് പക്ഷെ നിന്നെ ആശ്വസിപ്പിക്കാമായിരിക്കാം. പക്ഷേ യഥാർത്ഥമായ സഹായം നിനക്ക് വരുന്നത് സ്വർഗസ്ഥനായ പിതാവിങ്കിൽ നിന്നാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറഞ്ഞത്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി യഹോവയെങ്കിൽ നിന്ന് വരുന്നുവെന്ന്. അത് നിനക്ക് സഹായം വരുന്നത് ഈ ലോകത്തിൽ നിന്നല്ല. സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച, നീലപർവ്വതാനം വിരിച്ച് നക്ഷത്രങ്ങളെ വാരി വിതറിയ സ്വർഗസ്ഥനായ പിതാവിങ്കിൽ നിന്നാകുന്നു നിൻ്റെ സഹായം.